ഈ കാണുന്ന ക്യൂട്ടായിട്ടുള്ള ആനിമലിൻ്റെ പേരാണ് ഡെസേർട്ട് ഹെഡ്ജ്. അതായത് നമ്മുടെ മരുഭൂമിയിലെ മുള്ളൻപന്നി. പേര് പോലെ തന്നെ ആൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത് മരുഭൂമിയിൽ, നാട്ടിൻ പുറത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൃഷി സ്ഥലങ്ങളിലൊക്കെ ആയിട്ടാണ് കൂടുതൽ കാണാറുള്ളത്. പിന്നെ ആൾ രാത്രിയിലാണ് കൂടുതലും ഇര തേടി ഇറങ്ങാറ്. ഇര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതിൻ്റെ ചെറിയ പ്രാണികൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പഴങ്ങൾ, പച്ചക്കറിയൊക്കെ ആയിട്ടാണ് ആളുടെ ഡയറ്റ്, മെയിനായിട്ടുള്ള ഡയറ്റ്. ഏതെങ്കിലും ഒരു മാളം കണ്ടു കഴിഞ്ഞാൽ അതിനകത്തോട്ട് ഇര തേടിപ്പോവും. പോയി കഴിഞ്ഞ് അവിടെ കുറേ നേരം കുടുങ്ങി നിൽക്കും. കാര്യം പോകുന്ന പോലെ തിരിച്ചതിന് ഇറങ്ങാൻ പറ്റുകയില്ല, മുള്ളുള്ളതുകൊണ്ട് അവിടെ തങ്ങി നിൽക്കും. പിന്നെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആൾ ഇറങ്ങിപ്പോരും. പിന്നെ ഇപ്പം നമുക്ക് വീഡിയോ തന്നെ കാണാം, കണ്ടോ, കുറേ നേരം ഇരുന്ന് കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ജസ്റ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ആൾ പുറത്തോട്ടൊന്ന് ഇറങ്ങിയത്. പിന്നെ ഭയങ്കര ക്യൂട്ടാണ്, ഫ്ലെക്സിബിളാണ്. പിന്നെ പലരും ഇതിനെ പെറ്റായിട്ട് വളർത്തുന്ന വീഡിയോസൊക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് തന്നെ കാണാൻ പറ്റും എങ്ങനെയാണ് അവരതിനൊക്കെ കൊണ്ടു നടക്കുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ മുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ കൊണ്ട് കയറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വേദനിക്കുന്ന രീതിയിലല്ല കൊള്ളും, നന്നായിട്ട് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അടിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റാബിറ്റിൻ്റെ ഒക്കെ ഒരു സ്കിന്ന് പോലെ അത്രയും സോഫ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. പിന്നെ എന്തെങ്കിലും ഒരു അപകടം പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനാരെങ്കിലും അപായപ്പെടുത്താൻ വരികയാണെന്ന് അതിന് തോന്നിക്കഴിഞ്ഞാൽ അത് പന്ത് പോലെ അങ്ങ് ചുരുളും. പിന്നെ അതിൻ്റെ തലയും കൈയും കാലും വാലൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിലൊരു ബോളിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ അതങ്ങ് ചുരുണ്ടിരിക്കും. കൂടുതലും ഇത് ചത്തുപോകുന്നതൊക്കെ ഹൈവേയിൽ ഇവിടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. റോഡ് ക്രോസ് ചെയ്യും, രാത്രി സമയങ്ങളിൽ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി ഇതിൻ്റെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ അത് പന്ത് പോലെ ചുരുളും. അപ്പോൾ പുറകിൽ വരുന്ന വണ്ടി അതിനെ ഇടിക്കും. അങ്ങനെയാണിത് കൂടുതലായിട്ട് ചത്തുപോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്.